നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യം എത്തിച്ചേരുന്നു. ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ നല്ല കാലം തുടങ്ങിക്കഴിഞ്ഞു. കയ്യിൽ ഒരു രൂപ പോലും എടുക്കാൻ ഇല്ലാത്ത ആളുകൾക്ക് പണം കയ്യിൽ വന്നു ചേരുന്ന ഒരു മായാജാലമാണ് എത്തിയിരിക്കുന്നത്. കാരണം ഇതുവരെയുള്ള ഒരു മോശം സമയത്തിന്റെ കാലാവധി കഴിഞ്ഞു. ഇനി ഇവരുടെ സമയം തെളിയുകയാണ്. ഭാഗ്യം കടാക്ഷിക്കുന്നു. ഇതുവരെ സാമ്പത്തിക ദുരിതത്തിൽ പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ പണം വന്നു ചേരാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. നല്ലൊരു തൊഴിൽ ലഭിക്കുക, മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ ആരംഭിക്കാൻ സാധിക്കുക, അതുമല്ലെങ്കിൽ പണം ഇവരുടെ കൈകളിലേക്ക് ഒഴുകിയെത്തുന്ന തരത്തിലുള്ള അപ്രതീക്ഷിതമായ ധനയോഗം, ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുക. അതുകൊണ്ടാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യം തെളിയുന്നു എന്ന് കരുതുന്നത്. ഇവരുടെ പ്രാർത്ഥനകൾക്ക് ഫലസിദ്ധി വന്നു ചേരുന്നു. ഈശ്വരാധീനം ഇവർക്ക് വലിയ തോതിൽ തന്നെ ലഭിക്കുന്നതോടുകൂടി ഇവർ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന പലവിധ കഷ്ടതകളും ദുഃഖ ദുരിതങ്ങളും മാറുന്നു. ഇവരുടെ ഭാഗ്യം ലോട്ടറിയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ പിതൃസ്വത്തിലൂടെ ആയിരിക്കാം, അതുമല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴി തുറന്നു കിട്ടുന്ന സാഹചര്യം കൊണ്ടായിരിക്കാം. ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. സമയം തെളിയുന്നതോടുകൂടി ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകരം നക്ഷത്രമാണ്. മകരം നക്ഷത്രക്കാർക്ക് തുടങ്ങിക്കഴിഞ്ഞു അവരുടെ ജീവിതത്തിലെ അസുലഭമായ നിമിഷം എന്ന് പറയുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി കോടീശ്വരയോഗം വരെ എന്ന അർത്ഥത്തിൽ പണം കുമിഞ്ഞുകൂടാനുള്ള അവസരം ഭാഗ്യം കടാക്ഷിക്കുന്നു. ഈശ്വരാനുഗ്രഹത്തിലൂടെയും ഇവർക്ക് പല വഴികളാണ് തുറന്നു കിട്ടുന്നത്. ഇതുവരെ തൊഴിൽ ലഭിക്കാത്ത ആളുകൾക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഒരു തൊഴിൽ ലഭിക്കുക, അതിലൂടെ അടുത്ത പടി എന്ന നിലയിൽ സ്ഥിര വരുമാനമുള്ള ജോലി ലഭിക്കുക ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കാനുള്ള സാഹചര്യമാണ് കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തൊഴിൽ അഭിവൃദ്ധി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. ഇവരുടെ പ്രാർത്ഥനകൾ, പൂജകൾ, സൽക്കർമ്മങ്ങൾ, പുണ്യപ്രവൃത്തികൾ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ചയിലേക്ക് എത്തിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് സംശയലേശമില്ലാതെ തന്നെ അവരുടെ ജീവിതത്തിൽ ഉണർവുണ്ടാകുന്ന ഒരു സമയം എത്തിയിരിക്കുന്നു. ഈ ഒരു സമയം, അനുകൂലമായ സമയം ഈ നക്ഷത്രക്കാർക്ക് അനുഭവവേദ്യമാക്കുന്നില്ല എങ്കിൽ അവർ ചെയ്യേണ്ടത് അവരുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക. ഇപ്പോഴുള്ള സമയത്തിൽ ചരവശാലുള്ള സമയം അനുകൂലമായി നിൽക്കുന്നു. പക്ഷേ അവരുടെ ജാതകത്തിലുള്ള സമയം എന്തെങ്കിലും തടസ്സങ്ങൾ, ഏതുവിധേനയുമുള്ള തടസ്സങ്ങൾ ബാധിക്കുന്നുണ്ടോ എന്നുകൂടി പരിശോധിച്ചാൽ അതിനുള്ള ക്ഷേത്ര വഴിപാടുകളോ ചെയ്ത് പോവുകയാണെങ്കിൽ സംശയലേശമെന്നെ പറയാം, നിങ്ങൾക്ക് രാജയോഗം തന്നെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു എന്ന്. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഗണപതി ഭഗവാന് ഏറ്റവും ഇഷ്ട വഴിപാട് കറുകമാല ചാർത്തി പ്രാർത്ഥിച്ചാൽ സാധിക്കാത്തതായി ഒന്നുമില്ല എന്നാണ് പറയാറ്. അതുപോലെ തന്നെ നിവേദ്യ സമർപ്പണം, ഗണപതി ഹോമം, മോദകം വഴിപാട് ഇത്യാദി വഴിപാടുകൾ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പോകുക. ജീവിതത്തിൽ ഐശ്വര്യം സമൃദ്ധിയുമൊക്കെ പട്ടികടന്ന് വന്നു ചേരും. കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കും. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം വരാനുള്ള ഒരു അവസരം തുറന്നിരിക്കുന്നു. ലോട്ടറി അടിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. കയ്യിൽ പണമില്ലാത്തവർക്ക് പോലും സമയം ശരിയാവുകയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി, ദുഃഖ ദുരിതങ്ങൾ മാറി, ദുഃഖങ്ങൾ മാറി സുഖം ലഭിക്കാനുള്ള, വലിയ നേട്ടങ്ങൾ വന്നു ചേരാനുള്ള, വലിയ ഭാഗ്യങ്ങൾ അവരുടെ കൂടെ വന്നു ചേരാനുള്ള സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവർക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള അവസരമുണ്ട്. അത് വിദേശത്തേക്കാണെങ്കിലും സ്വദേശത്തേക്കാണെങ്കിലും അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു യാത്ര, അത് ജോലി ലഭിക്കുന്നതിനോ കുടുംബവുമായി ഒന്നിച്ച് സമയം പങ്കിടുന്നതിനോ വേണ്ടിയുള്ള സാഹചര്യങ്ങളായിരിക്കാം. ഇവരുടെ സങ്കടങ്ങൾ മുഴുവനായി മാറുന്ന സമയം തന്നെയാണ്. മനസ്സമാധാനം ഇല്ലാത്ത പല രാത്രികളും ഇവർക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു സമയം മാറി വലിയ വലിയ സ്വപ്നങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കുകയും പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം പുണർതം നക്ഷത്രമാണ്. പുണർതം നക്ഷത്രക്കാർക്ക് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ മാറും. ഈ നക്ഷത്രക്കാർ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ
മാറിക്കിട്ടുന്ന സാഹചര്യങ്ങളും ജീവിതത്തിൽ ലക്ഷ്യബോധത്തോടുകൂടി നേട്ടങ്ങൾ കൈവരിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. മനസ്സമാധാനം ഉണ്ടാകും. ആരോഗ്യ പരിരക്ഷ, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും ചികിത്സാ മാർഗങ്ങൾ ഫലിക്കുകയും ചെയ്യും. ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാക്കുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നു. ഇവരുടെ പ്രാർത്ഥനകൾക്ക് ഫലസിദ്ധി വന്നു ചേരുന്നു. ഭാഗ്യത്തിന്റെ കൊടുമുടി കയറാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മഹാഭാഗ്യം, മഹൈശ്വര്യമൊക്കെ ഇവരെ കൂടെ വന്നു ചേരുന്ന സമയമാണ്. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് കൂളമാല, വെള്ള നിവേദ്യം, ജലധാര ഇത്യാദി വഴിപാടുകൾ തിങ്കളാഴ്ച ദിവസം ഭഗവാന് വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മനസ്സിലെ ഏതൊരു ആഗ്രഹത്തിനും ഫലസിദ്ധി വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. പുണർദം നക്ഷത്രക്കാർക്ക് വലിയ വലിയ ആഗ്രഹങ്ങൾ സാധ്യമാക്കുന്ന, വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന, സന്താനലബ്ധി വന്നു ചേരുന്ന സമയം കൂടിയാണ്. സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ ഇവർക്ക് കാണാൻ സാധിക്കും. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് വലിയ പരീക്ഷണങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുണ്ട്. ആ നിരീക്ഷണത്തിൽ നിന്നും ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു നിറയുന്ന സമയമാണ്. വലിയ ഭാഗ്യമാണ് ജീവിതത്തിൽ വന്നു ചേരുന്നത്. കോടീശ്വരയോഗം ലഭിക്കാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം, അത് തന്നെയാണ് കോടീശ്വരയോഗം എന്ന് പൊതുവെ പറയാറ്. പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. കോടീശ്വരയോഗം എന്ന് പറയുമ്പോൾ കോടികൾ കയ്യിൽ വരും, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. അവരുടെ സമയത്തിന്റെ ആനുകൂല്യങ്ങൾ ഉയരത്തിലെത്തുമ്പോൾ പലർക്കും കോടികൾ തന്നെ കയ്യിൽ വരാറുണ്ട്. കോടീശ്വരയോഗം എന്ന് പറയുന്നത് പണത്തിന് മുട്ടില്ലാതെ, തടസ്സമില്ലാതെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് കോടീശ്വരയോഗം എന്ന അർത്ഥം കൊണ്ട് പലരും കണക്കാക്കേണ്ടത്. അത് അവരുടെ ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യം തേടിയെത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഈശ്വരകടാക്ഷം ഉണ്ടാകും. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന് പാൽപായസ നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഇവരെ തേടിയെത്തുന്നു. ധനലാഭം തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത്. അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് ദീർഘകാലത്തെ അഭിലാഷങ്ങൾ സാധ്യമാകുന്ന ഒരു സമയമാണ്. ഏറ്റവും അധികം ഭാഗ്യം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ഒരു സമയ ദൈർഘ്യത്തിലൂടെ കടന്നു പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള സന്തോഷ വാർത്തകൾ കേൾക്കാൻ ഇവർക്ക് സാധിക്കും. മാനസിക സംഘർഷങ്ങളൊക്കെ മാറും. സാമ്പത്തിക ഞെരുക്കമൊക്കെ മാറും. ജീവിതത്തിൽ അസുലഭമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന അവസ്ഥകൾ ഈ നക്ഷത്രക്കാർക്കുണ്ടാകും. കഷ്ടപ്പാടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നു. അധിക ഭാഗ്യത്തിലൂടെയും ഇവർക്ക് ജോലിയിൽ ഉയർച്ചകൾ ഉണ്ടാകുന്നു. സർവീസിൽ ഉയർച്ചകൾ ലഭിക്കാനുള്ള അവസരം, അപ്രതീക്ഷിത ധനയോഗം ഇത്യാദി കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഭാഗ്യം തുണച്ചാൽ കോടീശ്വരയോഗം വരെ ലഭിക്കാനുള്ള അവസരം ഇവർക്കുണ്ടാകും. വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്ന സമയം കൂടിയാണ്. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് ഇഷ്ട വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കാലഭിഷേകം ഭഗവാന് സമർപ്പിച്ചാൽ സന്താന ദുരിതവും കുടുംബ ഐശ്വര്യവുമൊക്കെ വർദ്ധിക്കും. അതോടൊപ്പം തന്നെ എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. ഇവർ തൊടുന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും. സൗഭാഗ്യ വർധനവ് തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. മഹാഭാഗ്യം, മഹൈശ്വര്യം, സമൃദ്ധി ഇതൊക്കെ ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെയും നേട്ടങ്ങളിലൂടെയും ഇവർക്ക് കാണാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. സാമ്പത്തിക മുന്നേറ്റം ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഇവർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നു. മനസ്സമാധാനം തന്നെയാണ് ഏറ്റവും വലിയ ധനം. എല്ലാം ഉണ്ട്, പക്ഷേ ശാരീരിക അസ്വസ്ഥതകൾ, മനസ്സമാധാനമില്ലാത്ത സാഹചര്യങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഭീകരമായിരിക്കും അവരുടെ ജീവിതം. മനസ്സമാധാനം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിലൂടെ അവരുടെ ജീവിതത്തിൽ മികച്ച അവസരങ്ങളും മിന്നുന്ന വിജയവുമൊക്കെ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. മനസ്സമാധാനത്തിലൂടെ ഇവരുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ അതൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുകയും പുതിയ പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക വിജയം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഒരു ചെറിയൊരു കാര്യം ചെയ്താൽ പോലും അതിന് പൂർണ്ണ ഫലസിദ്ധിയും വലിയ ഫലങ്ങളും ലഭിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് ഇവർക്ക് വന്നിരിക്കുന്നത്.
ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പ്രമാണം. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.